വരട്ടെ സാർ. എന്റെ അടുത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നോ സർ, ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഗുഡ് ഓഫീസർ ലൈക്ക് യു. ഐ വിൽ നെവർ ഫോർഗെറ്റ് യു. താങ്ക് യു വെരി മച്ച്. ടേക്ക് ഇറ്റ് ഫ്രം മീ. വൺ ഡേ യു വിൽ ബിക്കം ഗ്രേറ്റ്. താങ്ക് യു സർ. ഇല്ലടാ, മറന്നിട്ടില്ല. നിന്റെ ഉമ്മയ്ക്ക് 500 രൂപ മണി ഓർഡർ അയക്കണം. അയക്കാം. വരട്ടെ അപ്പോ. ബെസ്റ്റ് ഓഫ് ലക്ക്. എനിക്കായിട്ട് മാത്രം അങ്ങനെ ഒരു ലക്കുണ്ടായില്ലടാ. എനിക്ക് ലക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാവും. സമയം കിട്ടുമ്പോഴൊക്കെ വരണം. സമയം കിട്ടുമ്പോഴില്ല, സമയം ഉണ്ടാക്കി ഞാൻ വരും. ആ, വിഷ്ണുവിനെ ഞാൻ ചോദിച്ചായിട്ട് പറയണം. സാറെന്ത് തീരുമാനിച്ചു? ഞാനധികം നിർബന്ധിക്കുമെന്ന് തോന്നരുത്. എല്ലാം സാറിന്റെ ഇഷ്ടം. ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ താക്കോൽ. അല്ല, നാട്ടിലേക്ക് തിരികെ പോകാനാണ് തീരുമാനമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്. നീ എന്ത് പറയുന്നുമേ? മരിയ പറയുന്നതാണ് ശരി. തിരികെ നാട്ടിൽ പോയാലും ചേട്ടനവിടെ ജീവിക്കാൻ പറ്റുമോ? മനസ്സമാധാനം കിട്ടുമോ? ചേട്ടാ, ഇത് സുരേഷ്, എന്നോട് UN വർക്ക് ചെയ്തിരുന്നതാ. ഇതാണ് എന്റെ ബയോഡേറ്റ. എന്നാ ജോയിൻ ചെയ്യുന്നത്? ഇന്നു മുതൽ. ഓൾ ദി ബെസ്റ്റ്. The Chief Election Commissioner said today
that the poll will take place just days before the 5-year term of the Assembly expires on June 23rd. Mr. Agarwal, Honorary Judge of Delhi Sessions Court, has been appointed as the new Indian Ambassador to the United States of America. I'm extremely honored and thankful that this distinguished post has been conferred on me. As a dutiful citizen of India, I will do my best and fulfill my duty towards the country. He will take charge at Washington on the 7th of next month. സാർ, പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനി എന്താ താമസം? എല്ലാം പൂർത്തിയായല്ലോ. ധാരാളം പേരുടെ ഇന്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അംബാസിഡർ ആകാൻ പോകുന്ന സെഷൻസ് ജഡ്ജ് അഗർവാളിന്റെ. ജയിലിൽ പോയി വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തു. അറിയാം, അതെല്ലാം ഞാൻ വായിച്ചതാണല്ലോ. അതുകൊണ്ട് മാത്രം ഒരു പത്രം ഇറങ്ങോ? ഇല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ പത്രങ്ങൾ ഇവിടെ ഉണ്ട്. പുതിയൊരു പത്രത്തിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല, ആവശ്യം നമുക്കാണ്. പണം തന്ന് അവർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം. മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം വെറും യൂഷ്വൽ. പ്രത്യേകതയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാർ ഒരു ഗൈഡ് ലൈൻ തന്നാൽ. ഉദാഹരണത്തിന്, നമ്മുടെ പത്രത്തിൽ മാത്രം വരുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്, ഒരു ഫീച്ചർ നമ്മളത് തേടി കണ്ടുപിടിക്കണം. അങ്ങനെ ഒന്നുണ്ടായിട്ടേ ഈ പത്രം ഇറങ്ങൂ. അങ്ങനെ ഉണ്ടാവണം. നിങ്ങൾ ഈ പഴയ ട്രാക്ക് വിട്ട് പുതിയ എന്തെങ്കിലും തിരയണം. അതിന് പറ്റിയ ഒരു റിപ്പോർട്ടറെ ഞാൻ നിയമിച്ചിട്ടുണ്ട്, വിശ്വനാഥ്. അതാരാണ്? കക്ഷി തൽക്കാലം അജ്ഞാതനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നാന്തരം നെറ്റ്വർക്കുള്ള വലിയ വലിയ പത്രങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്കായി മാത്രം വരാൻ പോകുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്. എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ക്ഷമിക്കണം സാർ, എനിക്ക് തോന്നുന്നത് ഇതൊരു ഫൂളിഷസ് ആണെന്നാണ്. വിഷമിക്കാതോ, സീസറിനുള്ളത് സീസറിന് തന്നെ, അത് വരും. അത് സാറിന് എങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ കഴിയും. എന്റെ ജാതകത്തിൽ എങ്ങനെ ഉണ്ട്. സമയം വൈകി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഞാനും പോട്ടെ. ഗുഡ് നൈറ്റ്. സർ, മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അഗർവാൾ അല്ലേ? മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം, ഞാൻ പറയുന്നത് വരെ.